അഷിക ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ച് നിലവിൽ ഇപ്പോൾ ശാരദ മോട്ടോർ ഇൻഡസ്ട്രീസിന് ഒരു ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 1410 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു മാർക്കറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ 1062 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ ശാരദ മോട്ടോർ ഇൻഡസ്ട്രീസിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 30% മുകളിലുള്ളൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ നിലവിൽ ഇപ്പോൾ ശാരദ മോട്ടോർ ഇൻഡസ്ട്രീസിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നൊരു കാര്യമാണ് അവരിപ്പോൾ പറയുന്നത്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ളൊരു തീമായിട്ട് പറയുന്നത് ഈ ഒരു ബിസിനസ് പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഒരു വാല്യൂ അൺലോക്കിംഗ് നിലവിൽ ഇപ്പോൾ ശാരദ മോട്ടോർ ഇൻഡസ്ട്രീസിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യമാണ്. കൂടാതെ ICE വെഹിക്കിൾസ് പരിശോധിക്കുകയാണെങ്കിലും ഹെവി ട്രെയിൻ, പവർ ട്രെയിൻ, ആഗ്നോസ്റ്റിക്സ് നിർമ്മിച്ച് നൽകുന്ന ബിസിനസ്സിലേക്കാണെങ്കിലും ഒക്കെ തന്നെ ശാരദ മോട്ടോർ ഇൻഡസ്ട്രീസിന് മികച്ച രീതിയിൽ തന്നെ ഇപ്പോൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്നു. കൂടാതെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു തീസിസ് ആയിട്ട് അവർ പറയുന്നത് പല രീതിയിലുള്ള റെഗുലേറ്ററി ടെയിൽവിൻസ് ഉണ്ട്. വന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നിയമപരമായി വന്നുകൊണ്ടിരിക്കുന്ന പല മാറ്റവും നിലവിൽ ശാരദ മോട്ടോർ ഇൻഡസ്ട്രീസിൻ്റെ ബിസിനസ്സിനെയും സഹായിക്കുന്നതായിരിക്കും. ഇപ്പോൾ TREM5, BS6 പോലുള്ള എഞ്ചിനുകളൊക്കെ നിർമ്മിക്കുന്നതും എമിഷൻ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള എഞ്ചിനുകളൊക്കെ കൂടുതൽ നിർമ്മിക്കുന്നതൊക്കെ തന്നെ ശാരദ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് തീരുന്ന ഒരു കാര്യമാണ്. കൂടാതെ കമ്പനിയുടെ ഒരു കോൺസെൻട്രേഷൻ ഉള്ളത് പ്രീമിയം പ്രൊഡക്റ്റുകളിലാണ് എന്നുള്ളതും നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ SUVകൾ പരിശോധിക്കുകയാണെങ്കിലും പ്രീമിയം പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിലും ഹൈബ്രിഡ് വാഹനങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ തന്നെ ഓട്ടോ കോമ്പണൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് വളരെ പ്രീമിയമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇപ്പോൾ പല വാഹനങ്ങളിലും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ശാരദ മോട്ടോർ ഇൻഡസ്ട്രീസിൻ്റെ കണ്ടന്റ് പെർ വെഹിക്കിൾ വർദ്ധിച്ചു വരാനുള്ള ഒരു സാധ്യത കൂടിയാണ് നിലവിൽ ഇപ്പോൾ ബ്രോക്കറേജ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ റിസർച്ച് ടീമും മറ്റൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെയുള്ള ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ കൺട്രോൾ ആംസ്, അതായത് സസ്പെൻഷൻ്റെ ഒക്കെ തന്നെ ഒരു പാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ സസ്പെൻഷൻ ബിസിനസ്സിലും ഒക്കെ കമ്പനിക്ക് മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസിലും കമ്പനികളുടെ പ്രൊഡക്റ്റൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടുമിരിക്കുന്നു. കൂടാതെ ഈ ഒരു കൺട്രോൾ ആം സെഗ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 2021-25 കാലഘട്ടത്തിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് കമ്പനിയുടെ ഒരു വരുമാനത്തിലുണ്ടായിരിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് 41% ഒരു CAGR ഗ്രോത്ത് ഈ ഒരു കൺട്രോൾ ആം സെഗ്മെൻറ്റിൽ നിന്ന് മാത്രം കമ്പനിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 25-28 ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അഷിക ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു 21% ഒരു CAGR ഗ്രോത്ത് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.